അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വർഗത്തിൽ എത്തണമെങ്കിൽ അമലുകൾ ചെയ്യുന്നതോടൊപ്പം അല്ലാഹുവിന്റെ കാരുണ്യവും നേടിയെടുക്കണം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തു പറയുകയാണ്, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായിട്ട് കേട്ടു, ല യുദ്ഖില അഹദൻ യഅമലുൽ ജന്ന. ഒരാളെയും തന്റെ കർമ്മം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഒരാളെയും തന്റെ അമല് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. ഇത് കേട്ടപ്പോ സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് വലാ അന്ത യാ റസൂലല്ലാഹ്, അങ്ങയെയും പ്രവേശിപ്പിക്കുകയില്ല നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയെയും പ്രവേശിപ്പിക്കുകയില്ല നബിയേ. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ വലാ അന ഇല്ലാ അന്ത യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മത്തിൻ. ഇല്ല, ഞാനുമില്ല, എന്നെയും പ്രവേശിപ്പിക്കുകയില്ല. അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ടും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടും എന്നെ പൊതിഞ്ഞാലല്ലാതെ എന്നെയും പ്രവേശിപ്പിക്കുകയില്ലെന്ന് സാദിഖുൽ മസ്തൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നെയും പ്രവേശിക്കുകയില്ല. അല്ലാഹുവിന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എന്നെയും പ്രവേശിപ്പിക്കുകയില്ല. ആരാ പറയുന്നത്? ലോകത്തിന്റെ നേതാവാണ്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറയുന്നത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഭർത്താവാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വാപ്പയാണ്, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹയുടെ വല്യാപ്പയാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരനാ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സയ്യിദിന്റെ യജമാനനാണ് പറയുന്നത്, എന്നെയും പ്രവേശിപ്പിക്കുകയില്ല. അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും പൊതിഞ്ഞാലല്ലാതെ എന്നെയും പ്രവേശിപ്പിക്കുകയില്ല. ഫസദ്ദിദൂ വകാരിബൂ, ദീനിൽ സ്ഥിരതയോടെ നിലനിൽക്കുക, നന്മയിൽ മത്സരിച്ച് മുന്നോട്ട് പോവുക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇസ്ലാം ദീനിൽ സ്ഥിരതയോടെ നിലനിൽക്കുക, നന്മയിൽ മത്സരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളിൽ നിന്നൊരാളും മരണത്തെ കൊതിക്കരുതേ, ആഗ്രഹിക്കരുതേ. അല്ലാഹുവിനോട് ദീർഘായുസ് ചോദിക്കണേ, അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, സിഹത്തുള്ള, ഇസ്സത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത്. എത്ര വലിയ വിഷമങ്ങൾ വന്നാലും, കഷ്ടനഷ്ടങ്ങൾ വന്നാലും, ബിസിനസ് പൊട്ടിയാലും, ഇനി നിക്കക്കളിയില്ലാതെ വന്നാലും മരണത്തെ നിങ്ങൾ ആഗ്രഹിക്കരുത്. ഇമ്മാ മുഹ്സിനം ഫലഅല്ലഹു യസ്താദു ഖൈറാ, നിങ്ങൾ നന്മ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിന് അല്ലാഹു വർദ്ധിപ്പിച്ചു തന്നേക്കാം. അതുകൊണ്ട് മരണത്തെ ആഗ്രഹിക്കരുത്. എത്ര ആയുസ് നമുക്ക് കിട്ടുന്നുവോ അത്രയും നന്മയിൽ വ്യാപൃതനാവാൻ നമുക്ക് അവസരം അല്ലാഹു തരുകയാണ്. നന്മ ചെയ്യാനുള്ള അവസരം നമുക്ക് തരുകയാ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സ്വർഗമെന്ന മഹാത്ഭുതത്തിൽ നമ്മൾ ചെല്ലാൻ നമ്മൾ ഈ ദുനിയാവിൽ ആയുസ് എത്ര തന്നോ അത്രേ നമുക്ക് കിട്ടണമെന്നാലാ നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ അല്ലാഹു തരുകയുള്ളൂ.
അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത്. നിങ്ങൾ നന്മ ചെയ്യുന്ന ആളാണെങ്കിലോ അത് വർദ്ധിപ്പിച്ചു തന്നേക്കാം അല്ലാഹു തആല. ഇനി നിങ്ങൾ തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അള്ളാഹുവിനോട് തൃപ്തി തേടിയേക്കാം, അള്ളാഹു അവനിൽ തൃപ്തനായേക്കാം. അപ്പൊ തെറ്റുകൾ ചെയ്യുന്ന ആളാണെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യാത്തവരില്ലല്ലോ. തെറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹിനോട് തൗബ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് അതിനുള്ള അവസരമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ആയുസ്. ആ ആയുസ് നമ്മൾ അള്ളാഹുവിനോട് ഒരിക്കലും മരണത്തെ ആഗ്രഹിക്കരുത്. അത് എത്ര നീട്ടിക്കിട്ടാവോ അത്രയും നമുക്ക് ലാഭമാണ്. ധാരാളം നന്മ ചെയ്യാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തൗബ ചെയ്യാനുള്ള അവസരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തുള്ള, ആരോഗ്യമുള്ള, ഇസ്സത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.